പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു സംഘർഷവും ഉണ്ടാക്കിയിട്ടില്ലെന്ന പച്ചക്കള്ളം ആവർത്തിച്ച് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം ഇല്ലെന്നായിരുന്നു പ്രവീൺ കുമാറിന്റെ ആദ്യത്തെ വാദം. എന്നാൽ ഈ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. സ്ഫോടക വസ്തു പോയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, രാഷ്ട്രീയം ആദ്യം പറഞ്ഞു ഗുണ്ടകളാണെന്ന്, പിന്നീട് പറഞ്ഞു കൊട്ടേഴ്സ് സംഘമാണെന്ന്, ശേഷം പറഞ്ഞു അക്രമികളാണെന്ന്, ഇപ്പോൾ പറഞ്ഞു സ്ഫോടക വസ്തു. സ്ഫോടക വസ്തു പോയിട്ട് ഒരു കല്ലെടുത്ത് ഒരു UDF-കാരൻ എറിഞ്ഞു എന്ന് തെളിയിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഞാൻ പറയട്ടെ, അല്ല ഒരു ദൃശ്യത്തിലുമില്ല. തീർച്ചയായും മേഘാമാധവൻ, ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങൾ. സ്ഫോടക വസ്തു എറിയുന്നതിൻ്റെ, കല്ലും മറ്റും ശേഖരിച്ച് ആസൂത്രിതമായി എത്തുന്നതിൻ്റെ, ഷാഫി പറമ്പിൽ എത്തും വരെ ആ അക്രമത്തിന്, അതിക്രമങ്ങൾക്ക് വെയിറ്റ് ചെയ്തത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ദൃശ്യങ്ങൾ സഹിതം ലഭിച്ച ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ പ്രവീൺ കുമാർ ഇതൊക്കെ മാറ്റി പറയുന്നുണ്ട്. ഇതേ പ്രവീൺ കുമാർ തന്നെയാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകൾ നടത്തിയത്. അതും ക്യാമറയ്ക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്താണ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് പ്രവീൺ കുമാറിൻ്റെ വാക്കുകൾ. എന്തൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് പ്രവീൺ കുമാർ പറഞ്ഞത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ. നിമിഷാദ്, അതായത് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷം എന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത സംഘർഷമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സ്ഫോടക വസ്തു പോലീസിന് നേരെ എറിയുന്നതും പോലീസുകാർക്ക് മുൻപിൽ വെച്ച് അത് പൊട്ടുകയും പോലീസുകാർ കുതറി ഓടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് പേരാമ്പ്രയിൽ സംഘർഷം ഉണ്ടാകുന്നത്. പോലീസിനെ മർദ്ദിക്കുന്നത്, ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ ലാത്തി കൊണ്ടടിക്കുന്നത്, കല്ലെറിയുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടത്. എന്നാൽ DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ അത് നിഷേധിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്നതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. പച്ചക്കള്ളം ആവർത്തിക്കുന്നു. ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്ന് ഇന്നലെ പ്രവീൺ കുമാർ പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്നത് ഒരു ദൃശ്യവും ഇല്ല എന്നതാണ്. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ദൃശ്യങ്ങളുണ്ട്. ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ദൃശ്യങ്ങൾ വന്ന് പോലീസിന് മുൻപിൽ വെച്ച് പൊട്ടുന്നുണ്ട്, പോലീസുകാർ കുതറി ഓടുന്നുണ്ട്, കല്ലുകൾ പെറുക്കുന്നുണ്ട്, പോലീസിന് എറിയുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും ഇല്ല, ഉണ്ടാക്കിയ ദൃശ്യമാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് പ്രവീൺ കുമാർ നൽകിയത്. അതിന് പിന്നാലെ എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നൊരു ചോദ്യം കൂടി പ്രവീൺ കുമാർ ചോദിക്കുന്നു. ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുന്നെന്ന് പറയുന്ന ദൃശ്യം പുറത്തു വന്നത് ഈ സംഭവത്തിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ്. അത് തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഏതായാലും ഒരു തരത്തിലുള്ള പ്രകോപനവും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പച്ചക്കളവ് പറയുകയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ചെയ്തത്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രവർത്തകർ വലിയ തരത്തിൽ പോലീസിനെ അസഭ്യം പറയുന്നുണ്ട്. അതിനിടയിൽ വലിയൊരു കൂകിവിളിയുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു സ്ഫോടക വസ്തു പോലീസിന് മുൻപിലേക്ക് പ്രവർത്തകർ വലിച്ചെറിയുന്നത്. അത് പോലീസുകാർക്ക് മുൻപിൽ വെച്ച് പൊട്ടുന്നു. അതിന് പിന്നാലെ പോലീസുകാർ കുതറിയിടുന്നു. പിന്നീടാണ് വലിയ സംഘർഷം ഈ പേരാമ്പ്രയിൽ ഉടലെടുക്കുന്നത്. എന്നാൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വലിയ തരത്തിൽ. അപ്പോൾ ഈ ദൃശ്യങ്ങൾ, അതായത് കല്ലും പടക്കവും ഒക്കെ, മീൻസ് സ്ഫോടക വസ്തുവും ഒക്കെ വലിച്ചെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതോ, അത് വന്ന് വീണ് പൊട്ടുന്നതിൻ്റെ പ്രകാശം, ശബ്ദം, അതിനുശേഷം പോലീസുകാരടക്കമുള്ളവർ ചിതറി ഓടുന്നത്, ആ സമയത്താണ് പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം കൃത്യമായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ദൃശ്യങ്ങളിലുണ്ട് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. മേഘാമാധവൻ ചോദിക്കുന്നുണ്ട് പ്രവീൺ കുമാറിനോട്. പ്രവീൺ കുമാർ, എന്താണ് ആ പച്ചക്കള്ളം മറച്ചു വെക്കാൻ പറയുന്നത്? ദൃശ്യങ്ങളുണ്ട് എന്ന് പ്രവീൺ കുമാറിനോട് കൃത്യമായി പറയുമ്പോൾ അങ്ങനെ ഒരു ദൃശ്യം ഇല്ല എന്ന് ആവർത്തിക്കുക അദ്ദേഹം ചെയ്യുന്നത്. നമ്മൾ പല മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അദ്ദേഹം ദൃശ്യങ്ങളില്ല, എങ്ങനെയാണ് 4 ദിവസങ്ങൾക്ക് ശേഷം ദൃശ്യം വന്നത് എന്നൊരു ചോദ്യം മാത്രം ഉന്നയിക്കുന്നു. പോലീസിന്റെ പക്കൽ ഉൾപ്പെടെ കൃത്യമായ ദൃശ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കാരണം പോലീസുകാർക്ക് മുൻപിൽ വെച്ചുകൊണ്ടാണ് പോലീസുകാർക്ക് മുൻപിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു പൊട്ടുന്നത്. ആ ദൃശ്യം ഉൾപ്പെടെ പോലീസിന്റെ പക്കലുണ്ട്. നമ്മൾ ആ ദൃശ്യം ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. ശരി, എന്തായാലും അതിക്രമം ആസൂത്രിതമായിരുന്നു. പടക്കങ്ങൾ അടക്കം, സ്ഫോടക വസ്തുക്കൾ അടക്കം, കല്ലുകൾ, കമ്പി, വടിയൊക്കെയായാണ് എത്തിയത്. അത് മാത്രമല്ല, ഈ അക്രമത്തിന് മുമ്പ് ഷാഫി പറമ്പലിനെ വെയിറ്റ് ചെയ്തത്, ഇതൊക്കെ ദൃശ്യങ്ങൾ സഹിതം ഇന്നലെ അടക്കം കൈരളി ന്യൂസ് പുറത്തുവിട്ടതാണ്. പക്ഷേ ഇതൊക്കെ കൃത്രിമമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ദൃശ്യങ്ങളില്ല എന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് അതിജീവിക്കാനാണ് പ്രവീൺ കുമാർ ഏറ്റവും ഒടുവിലും ശ്രമിച്ചത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് മേഘാമാധവൻ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി.